നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊച്ചിയിൽ നിന്നും പെരുമ്പാവൂരിൽ നിന്നും വളരെ നിഗൂഢമായ, വളരെ പേടിപ്പെടുത്തുന്ന, ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം പുറത്തുവരികയാണ്. വഞ്ചനയും ചതിയും ഒന്നും തന്നെ പൊറുക്കില്ല എന്ന് പലരും പറയാറുണ്ട്. സ്വന്തം ഭർത്താവ് തന്റെ കൺമുന്നിൽ തന്നെ വഞ്ചിക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കമുള്ളവ കണ്ട ഭാര്യ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇവിടെ വരികയാണ്. ഇങ്ങനെ പ്രതികരിച്ച എനിക്ക് ആ സമയത്ത് അങ്ങനെയാണ് തോന്നിയത് എന്ന് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ച പോലീസിനോട് ഭാര്യ വ്യക്തമായി പറയുകയാണ്. പെരുമ്പാവൂരിൽ ഭർത്താവിന്റെ സ്വകാര്യ ഭാഗത്ത് ഭാര്യ തിളച്ച എണ്ണ ഒഴിച്ചതായി പരാതി വരികയാണ്. ഗുരുതരമായി പരിക്കേറ്റ യുവാവ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഭർത്താവിന്റെ ഫോണിൽ മറ്റൊരു യുവതിയുടെ ചിത്രങ്ങൾ കണ്ടതിൽ പ്രകോപിതയായാണ് ഭാര്യ ക്രൂരകൃത്യം ചെയ്തത് എന്നാണ് വിവരം. ചൊവ്വാഴ്ചയാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. യുവാവുമായി മുമ്പ് പ്രണയബന്ധത്തിലായിരുന്ന സ്ത്രീയുടെ ചിത്രങ്ങളും സന്ദേശങ്ങളും ഇദ്ദേഹത്തിന്റെ ഫോണിൽ ഭാര്യ കണ്ടതോടുകൂടിയാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കം ഉടലെടുക്കുകയും ഇതിനിടയിൽ യുവതി തിളച്ച എണ്ണ ഭർത്താവിന്റെ സ്വകാര്യ ഭാഗത്ത് ഉൾപ്പെടെ ഒഴിക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പെരുമ്പാവൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും യുവതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത്. എന്ന് തന്നെ ആയാലും ഇപ്പോൾ ഒരു ഭർത്താവിന്റെ ഫോണിൽ ഒരു കാമുകിയുടെ ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു പെൺ സുഹൃത്തിന്റെ ഫോട്ടോയോ ഒക്കെ തന്നെ കണ്ടാലും ഇത്തരത്തിൽ അയാളുടെ ജീവൻ ഇല്ലാതാക്കുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ലെന്ന് തന്നെയാണ് സമൂഹത്തിന്റെ പൊതുവായുള്ള വിലയിരുത്തൽ. നമുക്ക് വേണമെങ്കിൽ വഞ്ചനാ കുറ്റത്തിന് കേസ് കൊടുക്കാം, അല്ലെങ്കിൽ അവിടെ നിന്ന് അയാളുമായുള്ള ജീവിതം അവിടെ വെച്ച് മതിയാക്കി ഇറങ്ങിപ്പോകാം. പക്ഷെ ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഭർത്താവിന്റെ സ്വകാര്യ ഭാഗത്തടക്കം ഉണ്ടായിരിക്കുന്ന ഈ പൊള്ളൽ അയാളുടെ മരണത്തിന് പോലും കാരണമാവുകയാണ്. ചിത്രത്തിൽ കാണുന്നത് അല്ലെങ്കിൽ വാർത്തയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇയാളുടെ ഫോണിൽ ഇത്തരത്തിൽ പെൺസുഹൃത്തിന്റെ ചിത്രവും അതുപോലെ തന്നെ ചാറ്റുകളും കണ്ടു. അതിന്റെ പേരിൽ പ്രകോപിതയായ ഭാര്യയാണ് ഇത്തരത്തിൽ ചെയ്തത് എന്നാണ്. പക്ഷെ എന്ത് തന്നെ ആയാലും വഞ്ചനയ്ക്കും ചതിക്കും അവിടെ നമ്മുടെ ജീവിതത്തിൽ വിലയില്ല, അല്ലെങ്കിൽ അതിലൊരു സ്ഥാനമില്ല എന്നത് സത്യം തന്നെയാണ്. പക്ഷേ കടന്നു പോകുന്ന ആക്രമണങ്ങൾ, അതിരിവിടുന്ന ആക്രമണങ്ങളിൽ ചെന്നെത്തിക്കുന്നത് മനസ്സമാധാനമില്ലാത്ത ജീവിതത്തിലേക്ക് തന്നെയാണെന്ന് തന്നെയാണ് പറയുന്നത്. അവിടെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട എന്ന് പറയുന്നിടത്ത് ഇതിപ്പോൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും അത്തരം ഒരു ചിന്ത എടുക്കേണ്ട സാഹചര്യം അതിക്രമിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഒരു പെൺകുട്ടിയാണ് നോ പറഞ്ഞതെങ്കിൽ, അല്ലെങ്കിൽ പെൺകുട്ടിയുടെ മൊബൈൽ ഫോണിലാണ് അല്ലെങ്കിൽ ഭാര്യയുടെ മൊബൈൽ ഫോണിലാണ് ഇത്തരത്തിൽ കാമുകനും ഒന്നിച്ചുള്ള ചിത്രം അല്ലെങ്കിൽ കാമുകനുമായുള്ള ചാറ്റ് കാണുമ്പോൾ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ അയാളെ അതായത് ഭർത്താവിനെ മൃഗീയമായി തന്നെ നമ്മൾ ചൂഷണം ചെയ്തേനെ അല്ലെങ്കിൽ ക്രൂശിച്ചേനെ. ഇവിടെ ഇതാ ഭാര്യ ഇത്തരത്തിൽ ചെയ്യുന്നു. ഭാര്യയായാലും ശരി, ഭർത്താവായാലും ശരി, അന്യരുടെ ജീവിതം, അതായത് സ്വന്തം ജീവനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതമോ നശിപ്പിക്കാനുള്ള അർഹത ആർക്കും തന്നെ ഇല്ല എന്ന് വ്യക്തമാക്കുകയാണ്. അതേസമയം മറ്റൊരിടത്ത് തന്റെ ജീവനിൽ ഭയന്ന് തനിക്ക് ജീവിക്കണം, തന്റെ ജീവന് ആപത്തുണ്ടാകും എന്ന് ഭയന്ന് തന്റെ ഭാര്യയുടെ കാമുകനുമൊത്ത് തന്റെ ഭാര്യയുടെ വിവാഹം നടത്തി കൊടുത്തിരിക്കുകയാണ് ഭർത്താവ്. കാരണം പുറത്തു വരുന്ന വാർത്തകൾ കണ്ട് പേടിച്ചിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ഉത്തർപ്രദേശിലെ സ്വദേശിയായിട്ടുള്ള ഉത്തർപ്രദേശ് സ്വദേശി. എന്തായാലും ഈ സംഭവത്തിൽ അദ്ദേഹം പറയുന്നത്, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടതാണ്, നോർത്ത് ഇന്ത്യയിൽ IPS-കാരനായ ഭർത്താവിനെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തി ഈ ടബിനുള്ളിൽ നിറച്ചു വെച്ച് കോൺക്രീറ്റ് നിറച്ച സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. അത്തരമൊരു സംഭവം തന്റെ ജീവിതത്തിൽ, അത്തരമൊരു ദുരന്തവും തന്റെ ജീവിതത്തിൽ ഉണ്ടാകുമോ എന്ന് ഭയന്നാണ് ഇവിടെ കാമുകന് തന്നെ ഭാര്യയെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തിരിക്കുകയാണ്. എല്ലാ ആശീർവാദത്തോടു കൂടി തന്നെയാണ് സ്വന്തം ഭർത്താവ് ഭാര്യയ്ക്കായി കല്യാണം നടത്തി കൊടുത്തത് എന്നാണ് വ്യക്തമാകുന്നത്. ഉത്തർപ്രദേശിൽ കാമുകനുമായി ഭാര്യയുടെ വിവാഹം നടത്തിയിരിക്കുകയാണ് ഭർത്താവ്. മീററ്റിൽ ഭാര്യയും കാമുകനും ചേർന്ന ഭർത്താവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വന്തം സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടിയാണ് ഭാര്യയെ വിവാഹം കഴിപ്പിച്ചത്. ഈ ദഗ്ദക് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കട്ടർ മിശ്ര ഗ്രാമത്തിൽ താമസിക്കുന്ന ബബ്ലുവാണ് ഭാര്യ രാധികയുടെയും വിശാൽ കുമാറിന്റെയും കല്യാണം നടത്തി കൊടുത്തിരിക്കുന്നത്. തിങ്കളാഴ്ചയായിരുന്നു വിവാഹ ചടങ്ങുകൾ നടന്നത്. 2017 ഈ കൂലിപ്പണിക്കാരനായിട്ടുള്ള ബബ്ലുവും ഗോരഖ്പൂർ ജില്ലയിൽ നിന്നുള്ള രാധികയും തമ്മിലുള്ള വിവാഹം. ദമ്പതികൾക്ക് 2 കുട്ടികളുമുണ്ട്. കഴിഞ്ഞ 1.5 വർഷമായി രാധികയും അതേ ഗ്രാമത്തിൽ നിന്നുള്ള വിശാലും തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഇതിനെക്കുറിച്ച് അറിഞ്ഞ് ഈ ബബ്ലു വിശാലമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും രാധിക അതിന് തയ്യാറായിരുന്നില്ല. സാഹചര്യം വഷളാകുന്നതിന് പകരം ബബ്ലു ഇരുവരുടെയും വിവാഹം നടത്താൻ തന്നെയാണ് തീരുമാനിച്ചത്. തിങ്കളാഴ്ച ഗ്രാമവാസികളുടെ സാന്നിധ്യത്തിൽ ഒരു ക്ഷേത്രത്തിൽ വെച്ച് രാധികയും വിശാൽ വിവാഹിതരാവുകയായിരുന്നു. എനിക്കുണ്ടായേക്കാവുന്ന അപകടങ്ങൾ ഞാൻ അവരുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചു. സമീപ ദിവസങ്ങളിൽ ഭർത്താക്കന്മാരെ ഭാര്യമാർ കൊലപ്പെടുത്തുന്ന വാർത്തകൾ കണ്ടിട്ടില്ലേ എന്നാണ് ബബ്ലു വ്യക്തമാക്കിയത്. മീററ്റിൽ സംഭവിച്ചത് കണ്ടെത്തിയതിനു ശേഷം നമുക്ക് രണ്ടുപേർക്കും സമാധാനപരമായി കഴിയണമെങ്കിൽ ഭാര്യ കാമുകനും ഒന്നിച്ച് ജീവിക്കട്ടെ, അവർക്ക് അതാണ് ഇഷ്ടമെങ്കിൽ ജീവിക്കട്ടെ, എനിക്ക് എന്റെ ജീവിതവും ജീവനുമാണ് വലുതെന്നാണ് പറയുന്നത്. ഏതായാലും കൊല്ലാനോ അല്ലെങ്കിൽ തന്നെ വേണ്ടാത്ത ഒരാളെ തനിക്കും വേണ്ട എന്നുള്ള രീതി തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. വളരെ സന്തോഷപൂർവ്വം അവരെങ്കിലും പോയി ജീവിക്കട്ടെ.
ജീവിക്കട്ടെ, തനിക്കിതല്ല മറ്റൊരു ജീവിതം എന്നുള്ള ആ ഒരു ലോജിക്കുമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും 2 കുട്ടികളുടെയും സംരക്ഷണം ബബലു ഏറ്റെടുത്തിരിക്കുകയാണ്. പിതാവ് തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. രാധികയും താനും വിവാഹമോചിതരല്ലാത്തതിനാൽ വിവാഹത്തിന്റെ നിയമ സാധുതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഗ്രാമവാസികളുടെ സാന്നിധ്യത്തിലാണ് വിവാഹം നടന്നത് എന്നും കുടുംബാംഗങ്ങൾക്ക് ആർക്കും എതിർപ്പില്ല എന്നും അതിനാൽ വിവാഹം നിയമപരമാണെന്നും അദ്ദേഹം വാദിച്ചു. മാർച്ച് 3-നാണ് ഈ മർച്ചന്റ് നേവി മുൻ ഉദ്യോഗസ്ഥനായ ഈ രജ്പുതിനെ ഭാര്യയും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തുകയും മൃതദേഹം ഈ ട്രമ്മിലാക്കി അടച്ച് സിമന്റ് തേക്കുകയും ഒക്കെ ചെയ്തത്. ഈ മുസ്കൻ സൗരഭിന് മയക്കുമരുന്ന് കുത്തിവെച്ച് ബോധം കെടുത്തിയിരുന്നു. ഈ മുസ്കനും കാമുകൻ സഹിലിനും ചേർന്ന് അദ്ദേഹത്തെ കുത്തി കൊലപ്പെടുത്തി എന്നാണ് പറയുന്നത്. മൃതദേഹം 15 കഷ്ണങ്ങളാക്കി മുറിച്ച് സിമന്റ് ഉപയോഗിച്ച് ട്രമ്മിനുള്ളിൽ അടച്ചു. പിന്നീട് ഇരുവരും അവധിക്കാലം ആഘോഷിക്കാനായി ഹിമാചൽ പ്രദേശിലേക്ക് പോവുകയും രജ്പൂരിന്റെ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്ന് സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. മാർച്ച് 18-ന് ഇരുവരെയും അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അയക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇവിടെ ഈ ഒരു വാർത്തയൊക്കെ കണ്ട് ഭയന്ന് തന്നെയാണ് സത്യത്തിൽ ഇവിടെ കാമുകൻ ഒന്നിച്ച് ഭാര്യയുടെ വിവാഹം നടത്താൻ ഇവിടെ ഭർത്താവ് തീരുമാനിച്ചത്. ഇവിടെ കേരളത്തിലേക്ക് വരുമ്പോഴാണ് ഭർത്താവിന്റെ രഹസ്യഭാഗത്ത് ഇത്തരത്തിൽ എണ്ണ ഒഴിക്കുകയും ഒക്കെ ചെയ്തത്. സത്യത്തിൽ നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത് എന്ന ചോദ്യം ഉയരുകയാണ്. വിവാഹശേഷമുള്ള ബന്ധങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സമൂഹത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു എന്ന് വേണം പറയാൻ. അനവധി വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. ഭാര്യയെ സംശയനിലയിലാക്കിക്കൊണ്ട് ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊല്ലുന്നു. ഈ ഭാര്യയുടെ കാമുകനും ഒന്നിച്ചുള്ള ചാറ്റ് മനസ്സിലാക്കിക്കൊണ്ട് ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു, അല്ലെങ്കിൽ കാമുകനെ കൊല്ലുന്നു. അങ്ങനെ അത്തരത്തിലുള്ള അനവധി വാർത്തകൾ കേട്ടാൽ പോലും ഭയപ്പാടുണ്ടാക്കുന്ന തരത്തിലുള്ള വാർത്തകൾ നമ്മുടെ സമൂഹത്തിൽ ചുറ്റും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഏതായാലും സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ കേരളത്തിലുള്ള ഈ ഒരു വാർത്ത ഏതായാലും ചർച്ചാ വിഷയമായിരിക്കുകയാണ്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരണങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇത് ഭാര്യയെ പറ്റിക്കുന്ന ഭർത്താവിന് മാത്രമല്ല, ഭർത്താവിന് പറ്റിക്കുന്ന ഭാര്യയ്ക്കും കൊടുക്കാം. ഇനി ഈ രീതിയിൽ മുന്നോട്ട് പോകണം എല്ലാവരും, അല്ലാതെ കരഞ്ഞു നിന്നിട്ട് കാര്യമില്ല. എന്തായാലും ഭാര്യയ്ക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറയുന്നുണ്ട്. എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്നും നിരവധി പേർ പറയുന്നുണ്ട്. നല്ല കാര്യം, ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയും മറ്റു ബന്ധമുണ്ടെന്ന് കേൾക്കുമ്പോൾ ആകെ തകർന്നു പോകും. അവിഹിതം കാത്തു സൂക്ഷിക്കുന്ന എല്ലാവർക്കും ഇതൊരു പാഠമാകട്ടെ എന്ന് പറയുകയാണ്. നന്നായി, ഞാൻ ഭാര്യയെ അഭിനന്ദിക്കുന്നു, ഇങ്ങനെ വേണം എല്ലാ ഭാര്യമാരും എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിന് താഴെയും അനവധി കമന്റുകൾ വരുന്നുണ്ട്. ഭാര്യ എല്ലാം സഹിക്കും, പക്ഷേ വേറൊരു ബന്ധം സഹിക്കില്ല, നന്നായി എന്ന് പറയുന്നത്. അതായത് ഈ മറ്റൊരു പെൺകുട്ടിയുടെ ചിത്രം മൊബൈൽ ഫോണിൽ കണ്ട് ഭാര്യ ചെയ്ത ഈ കൃത്യത്തെയാണ് അഭിനന്ദിച്ച് അനവധി ആളുകൾ പുറത്തു വരുന്നത്. നല്ല കാര്യം, മിടുക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ഭർത്താവിനെ ചതിക്കുന്ന പെണ്ണിന്റെ രഹസ്യ ഭാഗത്തും ഒഴിക്കാം അല്ലേ? അപ്പോൾ അങ്ങനെയും ചോദിക്കുന്ന നിരവധി പേരുണ്ട്. അവരാണ് യഥാർത്ഥ ഭാര്യ. ജീവൻ കൊടുത്ത് സ്നേഹിക്കുന്ന ഭർത്താവ് ചതിച്ചെന്നറിഞ്ഞ അത് മരണത്തെക്കാൾ വേദനയാണ്. അത് അനുഭവിച്ചവർക്കേ മനസ്സിലാകൂ. ഇനി അവർ വേറൊരു പെണ്ണിനെ തേടി പോകരുത്. ഇത് ഉള്ളത് കൊണ്ടാണല്ലോ അവനൊക്കെ വേറെ പെണ്ണിനെ തേടി പോകുന്നത് എന്നൊക്കെ തന്നെ നിരവധി കമന്റുകളും ഇങ്ങനെ വരികയാണ്. എന്തായാലും ഇതിലും വലിയൊരു മറുപടി അയാൾക്ക് ഇനി കിട്ടാനില്ല. അത്തരത്തിലുള്ള അഭിനന്ദന പ്രവാഹമാണ് സത്യത്തിൽ ആ പെൺകുട്ടിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാര്യയ്ക്കും സഹിക്കാൻ കഴിയില്ല മറ്റൊരു പെണ്ണുമായുള്ള ബന്ധം. ഇത്തവണ ഇത് തന്നെ വേണം അവന്. ഭർത്താക്കന്മാർ ജാഗ്രത എന്നാണ് ചിലർ പറയുന്നത്. സത്യത്തിൽ ഇത് നമുക്ക് പിന്തുണയ്ക്കാൻ കഴിയില്ല. അതായത് ഇപ്പോൾ ഒരു ഭർത്താവ് ഭാര്യയോട് ചെയ്താലും ഭാര്യ ഭർത്താവിനോട് ചെയ്താലും അത് ക്രൈം തന്നെയാണ്. അത് എത്ര തന്നെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയുകയില്ല. ചെയ്തത് ശരിക്കും രണ്ടുപേരും ചെയ്ത് തെറ്റാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ ഒരു വാർത്ത ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാവുകയാണ്. സമൂഹ മാധ്യമം ഏറ്റെടുത്തിരിക്കുകയാണെന്നാണ് വേണമെങ്കിൽ പറയാം. പോളി ചേച്ചിക്ക് ഫുൾ സപ്പോർട്ട്, ആ സ്ത്രീക്ക് ബിഗ് സല്യൂട്ട് എന്നൊക്കെ തന്നെ പറഞ്ഞ് അനവധി ആളുകളാണ് ഇപ്പോൾ കമന്റുമായി രംഗത്ത് വരുന്നത്.